ഈ പ്രിയ മാതാപിതാക്കളോട് നമുക്ക് പ്രാർത്ഥിക്കാം. ആമേൻ. നരയ്ക്കുവോളം ചുമക്കാമെന്ന് വാക്ക് പറഞ്ഞ കർത്താവ്, നിങ്ങൾ ഭയപ്പെടരുത്, നിങ്ങൾ ഭാരപ്പെടരുത്. നരയ്ക്കുവോളം ചുമക്കുമെന്ന് പറഞ്ഞ കർത്താവ് നിങ്ങളെ താങ്ങും. ഒറ്റയ്ക്കായിരിക്കും ചിലപ്പോൾ. ഹല്ലേലൂയ. പ്രതികൂലങ്ങൾ ഉണ്ടായിരിക്കാം, രോഗത്താൽ ക്ഷീണിതരായിരിക്കാം. എന്നാൽ ഹല്ലേലൂയ, ആ ചുമക്കുന്ന മാനുഷികമായ കാര്യങ്ങളൊക്കെ നരയ്ക്കുമ്പോൾ വിട്ടുപോകും. ലോകത്തിലെ കാര്യം നമ്മളോട് കൂടെ ഇരിക്കും. ഹല്ലേലൂയ. ഇവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഇവരെ നമ്മളൊരു ഷാള് അണിയിക്കും. അതിനുവേണ്ടി പ്രതിഷ്ഠിതരും പ്രാർത്ഥിക്കുവാനായിട്ട് വേണുപാസ്റ്ററും അതുപോലെ തന്നെ സനോജ് ബ്രദറും മുന്നോട്ട് വരണമെന്ന് അപേക്ഷിക്കുകയാണ്. സ്തോത്രം. കരുണാസമ്പന്നനായ കർത്താവേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ ഈ നല്ല സന്ധ്യാസമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് കർത്താവേ, ഈ ചേറ്റൂഴി ദൈവസഭയിലെ കർത്താവേ, ഹല്ലേലൂയ, ഈ വാർദ്ധക്യ മാതാപിതാക്കളെ കർത്താവിൽ ആദരിക്കുന്ന ഈ ധന്യ നിമിഷത്തിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, തലമുറകളുടെ നന്മകൾ കാണുവാൻ എൻ്റെ മക്കളെയൊക്കെയും നീ സഹായിച്ചു. ഇവിടെ ഈ ഹല്ലേലൂയ കടന്നു വന്നിരിക്കുന്ന കർത്താവെ, ഈ വാർദ്ധക്യ മാതാപിതാക്കന്മാരെ ഏൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ആയുസ്സും ആരോഗ്യവും അങ്ങ് നൽകി കർത്താവെ. ഹല്ലേലൂയ. നരയോളം ചുമക്കുമെന്നുള്ള നിന്റെ വാഗ്ദത്തം നിന്റെ ഓരോ മക്കളോടും കൂടെ ഇരുന്നതോർത്ത് സ്തോത്രം ചെയ്യുന്നു. പിതാക്കന്മാരെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു, ഈ മാതാക്കന്മാരെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. യഹോവേ കർത്താവേ, നിന്റെ കരം നിന്റെ മക്കളോട് കൂടെ ഇരുന്നു. നിരവധിയായ ആമേൻ കാലഘട്ടങ്ങളിലൂടെ നിന്റെ മക്കൾ കടന്നുപോയി. ഈ വാർദ്ധക്യ സമയങ്ങളിൽ കർത്താവേ, ഒറ്റപ്പെടലിന്റെ വേദനകളുടെ അനേക നിമിഷങ്ങൾ ഉണ്ടായിരുന്നേക്കാം. എന്നാൽ നല്ല ഒരു തുണയായി, ഹല്ലേലൂയ, ആമേൻ, സഖിയായി വാഴ്ത്തപ്പെട്ട കർത്താവ് നിന്റെ മക്കളോട് കൂടെ ഇരുന്ന് ആശ്വസിപ്പിക്കുന്നതോർത്ത് സ്തോത്രം ചെയ്യുന്നു. പ്രത്യാശയോടുകൂടെ ജീവിപ്പാൻ, പ്രിയം വെച്ച കർത്താവിനെ മുഖത്തോട് മുഖം കാണുവാനുള്ള ആഗ്രഹത്തോടെ തുടർന്നും ജീവിപ്പാൻ, തുടർന്നും ഓടുവാൻ, തലമുറകളുടെ നന്മകൾ കാണുവാൻ, അവൻ സഭയ്ക്കൊരു അലങ്കാരമായി, അനുഗ്രഹമായി, തലമുറകൾക്കൊരു മാതൃകയായി എന്റെ മക്കളെ അങ്ങ് വെച്ചിരിക്കുന്നതോർത്ത് സ്തോത്രം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തില് ഈ പ്രിയ മാതാപിതാക്കന്മാരെ സഭയായി നിന്റെ അഭിഷിക്തദാസന്മാരായ ഞങ്ങൾ ഒരുമിച്ച് അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നത് കരങ്ങളിൽ സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതോർത്ത് സ്തോത്രം. യേശു ക്രിസ്തുവിൻ തന്നെ നാമത്തിൽ തന്നെ ആമേൻ. സ്നേഹമാം നിന്നെ കണ്ടവർ പിന്നെ സ്നേഹിക്കാതെ ജീവിക്കുമോ? ദഹിപ്പിക്കണം എന്നെ ശേഷം സ്നേഹം നൽകണം എൻ പ്രഭോ. ദഹിപ്പിക്കണം എന്നെ ശേഷം സ്നേഹം